ധന്യ നമസ്കാരം. ഇന്ന് രാവിലെ വളരെ വലിയൊരു വാർത്തയാണ് റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ നീതിക്ക് വേണ്ടി ചെന്ന് കയറുന്ന പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നീതി വാങ്ങിത്തരേണ്ട ഒരു പോലീസുകാർ തന്നെ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, സാധാരണ ഒരു കോൺസ്റ്റബിൾ ഒന്നുമല്ല, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മലപ്പുറത്തെ ഒരു പാവപ്പെട്ട വീട്ടമ്മയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നു എന്നതാണ്. കാരണം പി വി അൻവർ ആരോപണം ഉന്നയിച്ച ഈ അജിത് കുമാർ, എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസുമായി ബന്ധപ്പെട്ടൊക്കെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ ഈ സുജിത് ദാസ്, അതുപോലെ തന്നെ അവിടെയുള്ള പൊന്നാനിയിലെ മുൻ സി ഐ ആയിട്ടുള്ള വിനോദ്, അതുപോലെ തന്നെ തിരൂർ ഡിവൈഎസ്പി ആയിട്ടുള്ള വി ബെന്നി തുടങ്ങിയ ആളുകൾ ഒരു വീട്ടമ്മയെ ഒരു വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതും ഇതിന് ഓരോരുത്തർക്കും വേണ്ടി പരാതി പറയാൻ മുകളിലേക്ക് പോകുന്നതോറും അവരൊക്കെ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു കാഴ്ച. എന്നിട്ട് അവസാനം സുജിത്ദാസ് പറയുകയാണ്, മുഖ്യമന്ത്രി എൻ്റെ അമ്മാവനാണ്, അറിയാമല്ലോ, ആരോടെങ്കിലും പറഞ്ഞാൽ കുന്നുകളയും എന്നുള്ള രീതിയിൽ പറയുന്നു. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? മറ്റേ ഈ റീലിലൊക്കെ പറയുന്ന പോലെ തമാശയല്ല, ഗൗരവകരമായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. എന്താണ് ഇതിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യത്തിൽ നമ്മളൊക്കെ ഭയന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഒരിടമാണ്. അവിടെ ചെന്ന് കയറുന്നവരുടെ ശരീരം പോലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, പോലീസുകാർ എത്രത്തോളം ക്രൂരന്മാരായി മാറുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പോകണം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ഇവിടെ സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് ചിലപ്പോൾ ഈ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് ശേഷം ഈ വാർത്തയെ പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചിലപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുറെ പ്രതിഷേധം കാണിക്കും, ചിലപ്പോൾ യുവമോർച്ച കുറച്ച് പ്രതിഷേധം കാണിക്കുമായിരിക്കും. അതിലവിടെ കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇനി എന്തൊക്കെ കോലാഹലം നടന്നാലും കിട്ടിയാലും മുഖ്യമന്ത്രി ആ പദവി ഒഴിയില്ല. അത് യഥാർത്ഥ കാര്യം തന്നെയാണ്. പിണറായി ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷം പോലീസ് സേനയിലെ ഗുണ്ടകളുടെ എണ്ണം കൂടി, പീഡനവീരന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, ഒരു വീട്ടമ്മയാണ്. എനിക്ക് തോന്നുന്നു അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള, അവരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഒരു വീടിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പോലീസിൽ പരാതി പറയാനായി ചെന്നതാണ്. 2022 മലപ്പുറത്ത് വെച്ചാണ് ഈ അതിക്രൂരമായ സംഭവം നടക്കുന്നത്. പോകുന്ന സമയത്ത് അവർ പരാതി നൽകുന്നു, പരാതിക്കൊരു റെസിപ്റ്റ് പോലും പരാതി സ്വീകരിച്ചതിന് കൊടുക്കുന്നില്ല. അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ, എനിക്ക് തോന്നുന്നു ബെന്നിയാണ്, അല്ല വിനോദ്, വിനോദ് അല്ല, അത് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പറയാൻ പോകുന്നത് ഞാൻ അനുഭവിച്ച വേദനയാണ്. ഞാൻ വിനോദ് സാറിൻ്റെ അടുത്ത് പരാതിയുമായി പോയി. വീടിൻ്റെ അവകാശത്തിൻ്റെ കാര്യത്തിനാണ് പോയത്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് സാർ പറഞ്ഞു. ഞാനും വീട്ടിലെ പെണ്ണും തിണ്ണയിൽ കിടക്കുകയായിരുന്നു. 9:30 സമയത്ത് വാതിലിൽ മുട്ടി. ഞാൻ തുറന്നു. ഇതാരാണെന്ന് കൂടെയുള്ള പെണ്ണ് ചോദിച്ചു. പൊന്നാനി CI ആണെന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ തിണ്ണയിലിരുന്ന് സംസാരിച്ചു. രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു. റൂമിൽ ചെന്നപ്പോൾ കഥ കടയ്ക്കാൻ പറഞ്ഞു. ഞാൻ അടച്ചു. ബലമായി എന്നെ പിടിച്ചു. എനിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറെ ഗൗരവമുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പരാതി പറയാനായി, ഈ വിനോദ് ഇവരെ ഉപദ്രവിച്ചു എന്ന പരാതി പറയാനായി ഇവർ പോയത് DYSP ബെന്നിയുടെ അടുത്താണ്. ഈ പരാതി മുഴുവൻ ബെന്നി വായിച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചൊരു ചോദ്യം, അത് തേഞ്ഞൊന്നും പോകില്ലല്ലോ, അവിടെ തന്നെ കാണുമല്ലോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീയോട് ചോദിക്കുന്നതാണ്. അവർ പീഡനത്തിനിരയെ ഒരു പരാതി പറയാൻ വന്നപ്പോൾ ആ പോലീസുകാരൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി പറയാനായി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയവരോട് ചോദിക്കുകയാണ്, അയാൾ നിന്നെ ബലാത്സംഗം ചെയ്തെന്നും പറഞ്ഞ് അത് തേഞ്ഞൊന്നും പോകില്ലല്ലോ, അത് അവിടെ തന്നെ കാണുമല്ലോ എന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ ചിരിച്ചു. ആ ചിരി ഒന്ന് ആലോചിച്ച് നോക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ. കുറേ നാൾ അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. ഒരു ദിവസം DYSP സാധാരണ ഡ്രസ്സിൽ കയറി വന്നു. നിന്റെ കാര്യം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇരുന്ന് ജ്യൂസ് കുടിച്ചു. എന്നെ പിടിച്ച് വലിച്ചു. പക്ഷെ ഞാൻ വഴങ്ങിക്കൊടുത്തില്ല. എന്നെ ഉമ്മ വച്ച ശേഷം മടങ്ങിപ്പോയി. പരാതി നൽകാനായി SP-യുടെ ഓഫീസിൽ 3 തവണ കയറി ഇറങ്ങി. എൻ്റെ റൂമിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് SP പറഞ്ഞു. അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു. എൻ്റെ വീടും ശരിയായില്ല. വിനോദ് ചെയ്തതിനും നടപടി ഉണ്ടായില്ല. 3 പേരും ചേർന്ന് എന്നെ മുതലാക്കി. എനിക്ക് നീതി ലഭിച്ചില്ല. ഒരു ദിവസം SP വിളിച്ച് സംസാരിച്ചു. അക്കൗണ്ട് വിവരം ചോദിച്ചു. ഇഷ്ടമുള്ള അത്രയും പൈസ എടുത്തോളൂ എന്ന് പറഞ്ഞു. പേടിയാണ്, പൈസ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞതിന് അപ്പുറമില്ല എന്നാണ് SP പറഞ്ഞത്. മറ്റുദ്യോഗസ്ഥരും ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. ഞാൻ ഒന്നും പറയില്ല എന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു.
ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ യുവതി പറയുന്നത് SP കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ പറയാൻ തോന്നി. എനിക്ക് MLA കാണണം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഒരു സ്ത്രീയെയും ഇവരാരും ഉപദ്രവിക്കരുത്. ഞങ്ങൾ പാവങ്ങളും അവർ വലിയ പിടിപാടുകളുമുള്ള ആളുകളല്ലേ, അതുകൊണ്ടാണ് എൻ്റെ കാര്യം തള്ളിക്കളഞ്ഞത്. മുഖ്യമന്ത്രിയെ അറിയാം, ഉന്നതരുമായി ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു. വിനോദിൻ്റെ പേര് പറഞ്ഞതുപോലെ എൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞു. പേടി കാരണം പറയില്ല എന്ന് വാക്കുകൊടുത്തു. അല്ല, ഇത് ധന്യ നോക്കൂ, എത്രമാത്രം ഭീകരമാണ് കാര്യങ്ങളെന്ന് നോക്കൂ. കാരണം ഇതിൽ അവർ പറയുന്നുണ്ട്, ഈ തലയിൽ കൈവച്ച് സത്യം ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. കാരണം നീ ആരോടും പറയില്ല എന്നുള്ളത് തലയിൽ കൈവച്ച് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. തലയിൽ കൈവച്ച് സത്യം ചെയ്തു. മുഖ്യമന്ത്രി അങ്കിൾ, പിണറായി വിജയൻ അങ്കിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നതിലപ്പുറം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊന്നും ഇല്ല എന്ന് ഒരു പ്രധാനപ്പെട്ട ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു പാവപ്പെട്ട ഇരയെ പീഡിപ്പിച്ച ശേഷം അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അവരോട് പറയുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്രമാത്രം ക്രൂരതയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നാണ്. ഇത് ഒരാളാണ് വന്നത്, ഇത്തരത്തിൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കും, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഒരു CIയുടെ അടുത്ത് പരാതി പറയാൻ വേണ്ടി ഒരു വീട്ടമ്മ ചെല്ലുകയാണ്. ആ വീട്ടമ്മയ്ക്ക് ഒരു റെസിപ്റ്റുകളും കൊടുക്കാതെ ആ വീട്ടമ്മയെ പറഞ്ഞയക്കുന്നു. പിന്നീട് വീട്ടിലേക്ക് വന്ന് കയറുന്നു. ആ വീട്ടിൻ്റെ അകത്ത് വെച്ച് ആ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. തിരിച്ച് അവർ ആ CIക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന് പരാതി കൊടുക്കാൻ പോകുമ്പോൾ അവർ പറയുന്ന വാക്ക് എന്ന് പറയുന്നത് തമാശയായിട്ട്, അതായത് ഈ പീഡന വിവരം പറയുമ്പോൾ അത് തമാശയായിട്ട് എടുത്തുകൊണ്ട് പറയുന്നത് അത് തേഞ്ഞൊന്നും പോകില്ലല്ലോ എന്നാണ്. എനിക്കിപ്പോൾ ഓർമ്മ എടുത്തത് മുകേഷ് പറഞ്ഞതുപോലെ ഈ മെഴുകുതിരി വെച്ച് അടച്ചോളൂ എന്നൊരു പ്രയോഗം മുകേഷ് നടത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതുപോലെ തന്നെ ഇത് തേഞ്ഞു പോകില്ലല്ലോ എന്ന് പറയുന്ന വൃത്തികെട്ട അങ്ങേയറ്റം നീചമായ വാക്കുപയോഗിച്ച ഈ DYSP ബെന്നി അവരെ വീണ്ടും ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തിയത്. അതിനുവേണ്ടി പരാതി പറയാൻ പോയത് ഈ സുജിത് ദാസിൻ്റെ അടുത്ത്. അതായത് പണ്ട് ഒരു ചൊല്ലുണ്ട്, അതായത് TG രവിയുടെ അടുത്ത് നിന്ന് ഓടിക്കയറിയത് ബാലങ്കേനാരുടെ അടുത്ത് നിന്ന് നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്. അതുപോലെയുള്ള ഒരു സംഭവമായിപ്പോയി. ഈ കേരള പോലീസിന് അങ്ങേയറ്റം ക്രൈം റെക്കോർഡ്സിലൊക്കെ അന്വേഷണ മികവൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും കേരള പോലീസിലെ ക്രിമിനൽ വൽക്കരണം എത്രത്തോളമായിരിക്കുന്നു. നമ്മൾ സിനിമയിലൊക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ, അത്ഭുതകരമാണ്. എല്ലാവരും പറയും, ഇതാ പോലീസ് അന്വേഷിക്കട്ടെ. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ച എത്ര കേസുകൾ പുറത്തു വരും തന്നെയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ കൃത്യമായ അന്വേഷണം ഇപ്പോൾ പുറത്തു വന്ന ആരോപണങ്ങൾ, ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കില്ല. ഈ പരാതി തേഞ്ഞു മാഞ്ഞു പോവും. ആ സ്ത്രീക്ക് നീതി കിട്ടില്ല, അത് 100% പറയാം. ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകിൽ ചിലപ്പോൾ പോയാൽ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നിരന്തരം ഇത് ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചാൽ ഒരുപക്ഷെ ഏതെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാം. കാരണം പിണറായി അങ്കിൾ എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിണറായിയുമായിട്ടുള്ള അടുപ്പം എത്ര വലുതാണ് എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഒരു ഭർത്താവ് ഗൾഫിലായ ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു വീട്ടമ്മ, അവർക്ക് മക്കളുണ്ട്. ആ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോൾ, മറ്റൊരു സ്ത്രീയും വീട്ടിലുള്ളപ്പോഴാണ് അവരുടെ വീട്ടിൽ പോലീസ് എത്തിയാണ് അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഈ സ്ത്രീയെ കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പോലീസുകാരുടെയൊക്കെ മുന്നിലേക്ക് നമ്മൾ എങ്ങനെയാണ് ധൈര്യപൂർവ്വം കയറി ചെല്ലുന്നത്? പോലീസുകാർ നീതി നടപ്പിലാക്കാൻ, നമുക്കറിയാം ഈ മാസാവസാനമാകുമ്പം വണ്ടികളിൽ ഹെൽമെറ്റ് വെക്കാത്തതും അതും ഇതും പിടിക്കാനായിട്ട് റോഡുകളിൽ നിൽക്കുമ്പോൾ ഇവർ കാണിക്കുന്ന ശുഷ്കാന്തി, ജനങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയും പണം പിടിച്ചു വാങ്ങാൻ വേണ്ടി, ശരി, അത് ജനങ്ങളുടെ കൂടെ സുരക്ഷയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് സമാധാനിക്കാം. പക്ഷെ എങ്കിൽ പോലും അത്തരം ജനങ്ങളുടെ ജീവനെ സുരക്ഷിതത്വമായി കണ്ടുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ നടത്തുന്നവരാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിന് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. പരാതിയുമായി ഒരു സ്ത്രീ വരുമ്പോൾ ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് നോക്കി, ആ പരാതി ശരിയാണോ എന്ന് നോക്കി, അതിലെന്ത് നടപടി എടുത്ത് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട പോലീസുകാർ തന്നെ അവർ കാര്യമില്ല, ഒരു പാവപ്പെട്ട സ്ത്രീയാണ്, അധികം വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീയാണ്, സമൂഹത്തിൽ അത്തരം ഉന്നതരുമായി പിടിപാടുകൾ ഇല്ലാത്ത സ്ത്രീയാണ്, ഭർത്താവ് വിദേശത്താണ്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുതലെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കാക്കിക്കുള്ളിൽ ഒരു വലിയ കാമപ്രാന്തന്മാർ ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയാം. വാക്ക് ശരിയോ തെറ്റോ എനിക്കറിയില്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈ വസ്ത്രം ധരിക്കുമ്പോൾ അത് ആ വസ്ത്രത്തോടൊരു എന്താ പറയുക, ഒരു
ആത്മാർത്ഥത കാണിക്കണം. കാരണം അത് ജനങ്ങളുടെ കൂടി പണമാണ്, ശമ്പളമായി ഇവനൊക്കെ എണ്ണി വാങ്ങുന്നത്. അപ്പൊ ജനങ്ങളോടൊരു നീതി പുലർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതുപോലും പുലർത്താതെയാണ് ഈ സുജിത് ദാസും വിനോദും ബെന്നിയും ഒക്കെ ആ പാവം സ്ത്രീയോട് പെരുമാറിയത്. പാർത്ഥ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു കാര്യമുള്ളത്, ഇതുപോലെ ഒരുപാട് വീട്ടമ്മമാർ ഉണ്ടാകാം, പലരും ഭയന്ന് പുറത്തു പറയാത്തതാകാം. പോലീസുകാരാണ്, അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമ്മളെ അകത്താക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ FIR അവർക്ക് തയ്യാറാക്കാൻ കഴിയും. ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഒരു നിരപരാധി ഒരു പ്രതിയാകാൻ സാധ്യതയുണ്ട്. പിന്നെ അന്വേഷണങ്ങളൊക്കെ നടന്ന് വർഷങ്ങളാൽ അതങ്ങ് പോകും. അതുകൊണ്ട് ആരും പോലീസിനോട് കളിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ജനങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഭയം തന്നെയാണ്. 100-ൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനു ഭയക്കണമെന്നൊക്കെ പലരും പറയും. പക്ഷെ തെറ്റ് ചെയ്യാത്തവരെയും പോലീസിന് ദേഷ്യം തോന്നിയാൽ അവർക്ക് നമ്മൾ നീതി, അതായത് നമ്മളെ ഏത് തരത്തിലും കൊടുക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. അല്ല, അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പോലീസുകാരായിട്ടുള്ള ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി IPS ഉദ്യോഗസ്ഥനും ഇത്തരം അസോസിയേഷനുകളെല്ലാം രംഗത്തെത്തുന്നു. അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ പോലീസ് സേനയെ കയറൂരി വിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വേറെ ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്, ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഈ സ്ത്രീയെ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണമുണ്ട്. അതുപോലെ തന്നെ ഒരു CI ഇത്തരത്തിൽ ധൈര്യപൂർവ്വം ഈ കാര്യം ചെയ്യുന്നു, അത് DYSPയുടെ അടുത്തെത്തുന്നു. ഇവരെല്ലാം ഒരു നെറ്റ്വർക്ക് പോലെയാണ്, ഇവർക്കെല്ലാം പരസ്പരം അറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരൊന്നും എന്ത് ചെയ്യാഞ്ഞത്, ഈ തരത്തിൽ ഒരു നടപടിയും എടുക്കാതെ ആ സ്ത്രീയെ വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. നാണമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ എല്ലാത്തിനും പ്രതികരിക്കുന്ന ഇവിടുത്തെ യുവജന സംഘടനകളോട് പറയുന്നു, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എതിർക്കാത്തത് എന്താണ്, നിങ്ങൾ പ്രതികരിക്കാത്തത് എന്താണ്? പ്രതികരിക്കുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്കിലും രോക്ഷം കൊണ്ടുപോവുകയാണ്. ഹേമ കമ്മിറ്റിയോ സിനിമാ നടന്മാരെയോ അല്ല ഏറ്റവും കൂടുതൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്, ഇത്തരം വൃത്തികെട്ടവന്മാരെയാണ് ആദ്യം തുറന്നു കാണിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ രാവിലെ ഈ വാർത്ത കേട്ട് റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് വന്നതിന് ശേഷം സത്യത്തിൽ ആ വീട്ടമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞാൻ തന്നെ അതിശയിച്ചും സങ്കടപ്പെട്ടു. അതിശയത്തിനപ്പുറം എനിക്കൊരു സങ്കടമാണ് തോന്നിയത്. കാരണം നിഷ്കളങ്കമായ അവരുടെ വാക്കുകൾ, ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ വാക്കുകൾ, അത് സത്യത്തിൽ അവർക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നോ, ആരോട് പോയി പരാതി പറയണമെന്നോ, പരാതി പറഞ്ഞാൽ മക്കളെയോ തന്നെയോ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമൊക്കെ അവരെ വലിയ രീതിയിൽ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും പിണറായി വിജയനെ ലേശമുളുപ്പും നാണവും ഉണ്ട് എങ്കിൽ ഇവർക്കെതിരെയൊക്കെ അന്വേഷണം നടത്തുന്നതിനപ്പുറം പിണറായി അങ്കിൾ, കാരണം ഇവർക്ക് അങ്ങനെ വിളിക്കാമെങ്കിൽ വോട്ടിട്ട് ജയിപ്പിച്ച സാധാരണ ജനത്തിന് മംഗളെ എന്ന് വിളിക്കാം. പിണറായി അങ്കിൾ ആഭ്യന്തരം ഒഴിഞ്ഞുകൊണ്ട് ഈ ഇത്തരക്കാരെ പുറത്താക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ ആ സ്ത്രീയോട് മാപ്പ് പറയണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും.